Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala ashrafil anbiya'i wal mursaleen. Nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. A'udhu billahi minash shaitanir rajim. بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് പ്രവാചകനായി നിയോഗിതനായി 23 വർഷത്തെ പ്രബോധന ജീവിതത്തിന് ശേഷം സുപ്രധാനമായ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടേച്ചുകൊണ്ട് അവശേഷിപ്പിച്ചുകൊണ്ടാണ് വിട വാങ്ങിയിട്ടുള്ളത്. മനുഷ്യ സമൂഹത്തിന് സത്യത്തിൻ്റെ മാർഗമാകുന്ന വിശുദ്ധ ഇസ്ലാം, അത് ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യത, ഒരു ഉത്തരവാദിത്തം, അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വ ജീവിതത്തിനു ശേഷം ഏൽപ്പിച്ചിട്ടുള്ളത് വിശ്വാസികളായ നാം ഓരോരുത്തരെയുമാണ്. അതേപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കുവാൻ, ഇസ്ലാമികമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും, വഴികേടിലെത്തിപ്പെടാതിരിക്കാനുള്ള മാർഗവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വെച്ചതൊന്ന് വിശുദ്ധ ഖുർആനും മറ്റൊന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതചര്യയുമാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനാറൻ വലാ ദിർഹമൻ വലാ അബ്ദൻ വലാ അമതൻ ഇല്ലാ ബഗ്ലതഹുൽ ബൈളാ അല്ലതി കാന യർകബുഹാ വസിലാഹതൻ വഅർളൻ ജഅലഹാ ലിഇബ്നിസ് സബീലി സദഖ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവയുടെ വിട്ടേച്ചു പോയിട്ടില്ല, മാ തറക്ക ഒഴിവാക്കിയിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. എന്താണ് ഉപേക്ഷിച്ചത്? ദീനാറൻ വലാ ദിർഹമൻ, സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ വിട്ടേച്ചു പോയിട്ടില്ല. വലാ അബ്ദൻ വലാ അമതൻ, അടിമകളെയോ അല്ലെങ്കിൽ അടിമ സ്ത്രീകളെയോ ഇവിടെ വിട്ടേച്ചു പോയിട്ടില്ല. ഇല്ലാ ബഗ്ലതഹുൽ ബൈളാ അല്ലതി കാന യർകബുഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനമായി ഉപയോഗിക്കാറുണ്ടായിരുന്ന വെളുത്ത ഒട്ടകമല്ലാതെ, വസിലാഹുഹു, അദ്ദേഹത്തിന്റെ ആയുധങ്ങളുമല്ലാതെ, വഅർളൻ ജഅലഹാ ലിഇബ്നിസ് സബീലി സദഖ, അതേപോലെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ പക്കലുണ്ടായിരുന്ന, പിന്നീട് അത് സ്വദഖയായി റസൂലുള്ളാഹി നൽകിയ ചില ഭൂമിയുമല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും വിട്ടേച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇത് തന്നെയാണ്.
അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ നിന്ന് പോകുമ്പോ എന്താണ് ഇവിടെ വിട്ടേച്ചു പോയത്? ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപൻ, ഈ ലോകത്ത് ഏറ്റവും ഉത്തമനായ സൃഷ്ടി, പ്രവാചകന്മാരുടെ നേതാവ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ ഏറെ ജീവിച്ച ഒരു സമൂഹത്തിന്റെ നേതാവായ പ്രവാചകൻ, തങ്ങളുടെ ശരീരങ്ങളെക്കാൾ സ്വഹാബത്ത് സ്നേഹിച്ച പ്രവാചകൻ, തങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ പ്രവാചകന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകപ്പെട്ട പ്രവാചകൻ, അതേപോലെ എല്ലാ നിലക്കും ഉത്തമനായ വ്യക്തിത്വമായ പ്രവാചകൻ, എന്തു വേണമെങ്കിലും സമ്പാദിക്കാൻ സാധിക്കുന്ന പ്രവാചകൻ, എത്രയും സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോ അദ്ദേഹം വിട്ടേച്ചു പോയത് എന്താണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെയുള്ള, വിടവാങ്ങൽ വരെയുള്ള വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അതിനോടനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്ഥലത്തുണ്ടായിരുന്നില്ല. സ്ഥലത്തില്ലാതിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വിവരമറിഞ്ഞുകൊണ്ട് ഓടിക്കതച്ചു വന്ന് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടത്തിയിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ചെന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മുഖത്തുണ്ടായിരുന്ന വിരിപ്പ് മാറ്റിക്കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ സുഫിയ യാ ഖലീല, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ കൂട്ടുകാരനായ പ്രവാചക എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ പിതാവിനെയും മാതാവിനെയും താങ്കൾക്ക് പകരമായി ഞാൻ നൽകാൻ സന്നദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് ആ വികാരത്തോടു കൂടി ആദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രൂപത്തിൽ പ്രതികരിക്കുന്നു. ഉടനെ പിന്നീട് അദ്ദേഹം സ്വന്തത്തെ മാനസികമായി സ്വന്തം ശരീരത്തെ അദ്ദേഹം ഒരുക്കുകയാണ് പ്രവാചകൻ മരണപ്പെട്ടു എന്നത് ഉൾക്കൊള്ളുവാൻ വേണ്ടി. അങ്ങനെ അവിടെ അശാന്തമായി കിടന്നിരുന്ന പ്രയാസപ്പെടുന്ന സ്വഹാബത്തിനെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണമുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനെയൊക്കെ അദ്ദേഹം സമാധാനിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലൂടെ ആ ചരിത്രം നമുക്കറിയാം. അവിടെ അദ്ദേഹം നിർവഹിച്ച ഒരു പ്രസംഗത്തിൽ ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഒന്ന് വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അവിടെ അതിൽ ഒരായത്ത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് ലഹാ എന്ന് തുടങ്ങുന്ന ആയത്താണ്. മറ്റൊന്ന് ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ എന്നുള്ള ആയത്തായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് സ്വഹാബാ കിറാമിനോട്, വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത് വമൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്നഹു മയ്യിത്തുൻ എന്ന് തുടങ്ങിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹു തആല എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. ഇനി നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദിനെയാണെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം ആ സമൂഹത്തിന്റെ മുമ്പിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. പ്രവാചകന്മാർ മരണപ്പെടുമ്പോ അവരെന്താണ് ഇവിടെ വിട്ടേച്ചു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹ് തന്റെ ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു ഹദീസ്, ഇന്നൽ ഉലമാഉ വറസത്തുൽ അംബിയാ വ ഇന്നൽ അംബിയാ ലൻ യുവരിസു ദീനാറൻ വലാ ദിർഹമ.
ഇന്നമാ വറസുൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹള്ളിൻ വാഫിരിൻ. റസൂലുള്ളാഹി പറഞ്ഞതാ, തീർച്ചയായും പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവരാരാണ്? വറസത്തുൽ അംബിയാ, അവർ നബിമാരുടെ അനന്തരാവകാശികളാകുന്നു. പണ്ഡിതന്മാർ അവര് പ്രവാചകന്മാരുടെ, നബിമാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ, തീർച്ചയായും നബിമാര് ലൻ യുവരിസൂ ദീനാറൻ വലാ ദിർഹമാ, അവര് സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ ഒന്നും തന്നെ അനന്തരമായി വിട്ടേച്ചു പോകുന്നവരല്ല. ഇന്നമാ വറസുൽ ഇൽമ, അവരിവിടെ അനന്തരമായി നൽകുന്നത് അറിവാകുന്നു, ഇൽമാകുന്നു. ഫമൻ അഖദഹു, അതാരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ, ആ അറിവാരെങ്കിലും കരസ്ഥമാക്കുകയാണെങ്കിൽ, അഖദ ബിഹള്ളിൻ വാഫിരിൻ, പൂർണ്ണമായ ഒരു ഓഹരി തന്നെ അവൻ അതിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്ന നിലക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച് വച്ചത്. ഇതൊരാമുഖമായി സൂചിപ്പിച്ചതാണ്. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ ദുൽഹിജ്ജ 10 തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിക്കാൻ പോയ സമയത്ത് അവിടെ വിശുദ്ധ ഖുർആനിലെ ഇസ്ലാമിലെ ശരീഅത്തുകൾ, ശറായിഉകൾ, നിയമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടുള്ള വിശുദ്ധ വചനം അവതരിക്കുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത്. ആ ആയത്തോടു കൂടിയാണ് ഇസ്ലാമിലെ നിയമങ്ങൾ, മതപരമായ ഹുക്കുമുകൾ പൂർണ്ണമാക്കിക്കൊണ്ടുള്ള അവസാനത്തെ വചനമാണത്. ആ സന്ദർഭത്തിലാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കെയാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം യൗമുൻ നഹർ ദിവസം അഥവാ ബലിപെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഏതാണ് ഇന്നത്തെ ദിവസം? അയ്യു യൗമിൻ ഹാദാ, ഏതാണ് ഇന്നത്തെ ദിവസം എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബത്തിനൊക്കെ അറിയാം യൗമുൻ നഹറാണ്, ദുൽഹിജ്ജ 10 ആണെന്നറിയാം. പക്ഷേ സ്വഹാബത്ത് വിചാരിച്ചു പ്രവാചകൻ വേറെ ഏതെങ്കിലും പേരാണോ ഉദ്ദേശിക്കുന്നത് എന്ന നിലക്ക് സ്വഹാബത്തൊന്നും പറഞ്ഞില്ല. അപ്പൊ റസൂലുള്ള ചോദിച്ചു, അഹാദാ യൗമുൻ നഹർ, ഇന്ന് യൗമുൻ നഹർ അല്ലേ, ബലി അറുക്കുന്ന ദിവസല്ലേ, ദുൽഹിജ്ജ 10 അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അതേ പ്രവാചകരെ. വീണ്ടും റസൂലുള്ള ചോദിക്കുന്നുണ്ട്, വഅയ്യു ശഹരിൻ ഹാദാ, ഇത് ഏത് മാസമാണിത്? റസൂലുള്ളാഹിക്ക് അറിയാഞ്ഞിട്ടല്ല, ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകൻ നല്ലൊരു അധ്യാപകനായിരുന്നു. നമുക്കറിയാം, തന്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഉപമകളും അലങ്കാരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി സംവദിക്കുന്ന പ്രവാചകനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. സ്വഹാബത്തിനോട് ചോദിച്ചു, ഏതാണ് ഈ മാസം? അപ്പൊ സ്വഹാബത്ത് മനസ്സിലാക്കി പ്രവാചകൻ മറ്റു വല്ല പേരുമാണോ ഉദ്ദേശിക്കുന്നത്. അവര് ഒന്നും പറഞ്ഞില്ല. സക്കത്തിന ഹദീസ് കാണാം, ഞങ്ങൾ മിണ്ടാതിരുന്നു. അപ്പൊ റസൂലുള്ള ചോദിച്ചു, അലൈസ ഹാദാ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസമല്ലേ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ. വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, എന്താ ചോദിക്കുന്നത്? അയ്യോ ബലദിൻ ഹാദാ, ഇത് ഏതാണ് ഈ നാട്, നമ്മൾ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുന്നു. അതേപോലെ സഹാബത്ത് പ്രതിവചിക്കുന്നില്ല. അവസാന റസൂലുള്ള ചോദിക്കുന്നു, അലൈസ ബൽദത്തുൽ ഹറാം, മക്കയല്ലേ, പവിത്രമായ ഭൂമിയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ സഹാബത്ത് പറയുന്നു, അതേ പ്രവാചകരെ, അത് തന്നെയാണ് എന്ന് പറഞ്ഞ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട്. ആ സഹാബത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായ, വളരെ സുവ്യക്തമായ ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹ് 1,10,000 വരുന്ന സഹാബ കിറാമിനെ സാക്ഷിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഹൽ ബല്ലഗ്തു വഅൻതും തസ്അലൂന അന്നി
ഫമാ അൻതും ഖായിലൂൻ. സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഈ വിശുദ്ധ സന്ദേശം, വിശുദ്ധ ഇസ്ലാം എത്തിച്ചു തന്നിട്ടില്ലേ? നിങ്ങളോട് എന്നെ സംബന്ധിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ എന്താണ് പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഖാലു, അപ്പൊ അവര് പറഞ്ഞു, സഹാബത്ത്, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത. അപ്പൊ സഹാബത്ത് പറഞ്ഞതാണ്, അതേ റസൂലേ, നഷ്ഹദു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, ഞങ്ങൾ സാക്ഷികളാണ് റസൂലേ, ഖദ് ബല്ലഗ്ത, താങ്കൾ ഈ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, വഅദ്ദൈത, താങ്കളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം താങ്കൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, വനസഹത, താങ്കളെ അല്ലാഹു തആല ഏൽപ്പിച്ച ഈ അമാനത്ത് നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് താങ്കള് ഉപദേശിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉപദേശമായി നൽകിയിട്ടുണ്ട് എന്ന് ആ സ്വഹാബത്ത് മറുപടി പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് തന്റെ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് നമുക്കറിയാം. അല്ലാഹുമ്മ അശ്ഹദ്, 3 തവണയാ പറഞ്ഞത്. അള്ളാഹുവേ, നീ സാക്ഷിയാണ്. ഇത് പറഞ്ഞ് റസൂലുള്ള പറഞ്ഞല്ലോ, ലിയുബല്ലിഗ ഷാഹിദിൽ ഗായിബ. ഇവിടെ ഹാജറുള്ള ആളുകൾ, സന്നിഹിതരായിട്ടുള്ള ആളുകൾ, ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഉള്ളവർ, ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക്, ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഈ ഉത്തരവാദിത്വം, ഈ അമാനത്ത്, ഇസ്ലാമാകുന്ന ഈ സുന്ദരമായ മതത്തെ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് റസൂലുള്ള പറയുന്നു. അതിനുശേഷം പ്രവാചകന്റെ സംസാരം പ്രവാചകൻ അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നീടാണല്ലോ റസൂലുള്ളാഹി തിരിച്ചു വന്ന ശേഷമാണല്ലോ മരണപ്പെടുന്നത്. ഞാൻ ഇത് പറഞ്ഞു വച്ചത്, ഈ ഒരു ഉത്തരവാദിത്തം ആ സ്വഹാബത്തിനെ അവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു. 1,10,000 വരുന്ന സ്വഹാബത്ത് ഹജ്ജ് നിർവഹിച്ച ശേഷം അവരെല്ലാവരും തിരിച്ചു മദീനയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. മക്കയിലും മദീനയിലുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഖബർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ചരിത്രപരമായി അന്വേഷിക്കുകയാണെങ്കിൽ, ഇതിൽ വളരെ തുച്ഛമായ ആളുകളുടെ ഖബറുകളെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തം, അമാനത്ത്, ഈ ദഅവത്ത്, പ്രബോധനം എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ചരിത്രകാരന്മാര് പറയുന്നുണ്ട്, അവരുടെ ഒട്ടകം ഏത് ഭാഗത്തേക്കാണോ നിന്നിരുന്നത് ആ ഭാഗത്തേക്ക് അവർ ഒട്ടകത്തെ തെളിച്ചുകൊണ്ട്, വാഹനത്തെ തെളിച്ചുകൊണ്ട് പോയി ദഅവത്ത് നിർവഹിച്ചു. ആ പ്രദേശത്ത് വെച്ച് അവർ മരണമടഞ്ഞു എന്ന് ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് വിട്ടേച്ചു പോയ ഒന്നാമത്തെ കാര്യം ഇതാണ്. എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇതാണ്. ആ സ്വഹാബ കിറാമിലൂടെയാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കേരളക്കരയിലും ദഅവത്ത് എത്തിച്ചേർന്നത്. നമ്മളൊക്കെ ഈ സുന്ദരമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് അണയാനുള്ള കാരണം ആ സ്വഹാബ കിറാം അന്ന് ത്യജിച്ച, അന്ന് സഹിച്ച ത്യാഗമാണ്. ഇന്നത്ര സൗകര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, അല്ലെ? നമ്മൾ ആലോചിച്ചു നോക്കുക. ഞാനും നിങ്ങളുമൊക്കെ, ഞാൻ എന്നോടാണ് സംസാരിക്കുന്നത്, ഈ ഒരു ഉത്തരവാദിത്ത നിർവഹണ രംഗത്ത് എത്രത്തോളം നമ്മൾ ബദ്ധശ്രദ്ധരാണ്? എന്താണ് ഞാനും നിങ്ങളുമൊക്കെ ചെയ്തത്? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിലേക്ക്, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഒന്നാമതായി പറഞ്ഞത് അതാണ്. വളരെ യുക്തിയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, ദഅവത്ത് ചെയ്യണം. എന്താണ് ദഅവത്ത്? എന്താണ് ദഅവത്ത്? ദഅവത്തിന്റെ പ്രാധാന്യം എന്താണ്?
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതൃവ്യപുത്രനായ അലി റളിയല്ലാഹു അൻഹുവിനെ, തന്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരു ഹദീസിൽ അങ്ങനെയാ വന്നത്. മറ്റൊന്നില് ഖൈറുൽ ലക മിൻ ഹുമുരിൻ നഅമി എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കുന്നു. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അലി, താങ്കൾ കാരണമായി ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് എത്തിയാൽ, ഈ സന്മാർഗത്തിന്റെ സരണിയിലേക്ക്, ഈ വിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളാൻ കാരണമായാൽ, ഈ ലോകവും ഈ ദുനിയാവ് അതിലെന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടോ, എന്തൊക്കെയുണ്ടോ, അതിനേക്കാൾ എല്ലാറ്റിനേക്കാളും ഉത്തമമാണ്. മറ്റൊന്ന് ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞത്, ചുകന്ന ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ, അറേബ്യയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിൽ, അന്നത്തെ അറബികൾക്ക് ചുവന്ന ഒട്ടകം എന്നത് അവരുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിരുന്നു. അന്നത്തെ ഏറ്റവും മുന്തിയ വാഹനം അതായിരുന്നു. ഇന്ന് പലതും ഉണ്ട് നമ്മുടെ. റസൂലുള്ളാഹി പറയാണ് ഉദാഹരണമായിട്ട്, അതിനേക്കാളൊക്കെ ഖൈറ് ഒരാള് ഈ ഹിദായത്ത് ഉൾക്കൊള്ളലാണ്. സഹോദരങ്ങളെ, നമ്മൾ കാരണം, ഞാൻ കാരണം എത്ര ആളുകൾ ഈ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം നമ്മളിൽ നിന്ന് ദർശിക്കുന്നുണ്ട്, ഇസ്ലാമിന്റെ സംസ്കാരം നമ്മളിൽ നിന്ന് അവർ കാണുന്നുണ്ട്, ഇസ്ലാമിന്റെ സ്വഭാവവും അതേ രൂപത്തിൽ അതിന്റെ മഹിതമായ മറ്റ് ഗുണവിശേഷണങ്ങളും നമ്മിൽ നിന്ന് എത്ര ആളുകൾക്ക് പകർന്നെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളൊരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് സഹോദരന്മാരെ. ഇർബാദ് ബിൻ സാരിയ എന്ന സ്വഹാബി, അദ്ദേഹം പറയുന്നുണ്ട്, വഅലുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ذرفت منها العيون ووجلت منها القلوب وقلنا يا رسول الله إن هذه لموعظة مودع فماذا نعهد إلينا يا رسول الله. അതായത് അതിന്റെ ആശയം മാത്രം സൂചിപ്പിക്കാം, വളരെ സമയം വളരെ കുറവാണ്, ആ സമയം എത്തുന്നത് വരെ സംസാരിച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾക്കൊരു നല്ല കനപ്പെട്ട ഒരു ഉപദേശം, ഒരു നസീഹത്ത് റസൂലുള്ളാഹി നൽകുകയാണ്. അങ്ങനെ നൽകുമ്പോ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ഉപദേശം നൽകുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയങ്ങളൊക്കെ ഇങ്ങനെ മിടിക്കുന്നുണ്ട്, വികാരാധീനനായിക്കൊണ്ട്, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിച്ചുകൊണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഉപദേശം നൽകിയപ്പെട്ട ഞങ്ങൾ ചോദിച്ചു, റസൂലേ, ഒരു വിട വാങ്ങുന്ന ആളെപ്പോലെ ഉണ്ടല്ലോ താങ്കളുടെ ഉപദേശം, ഞങ്ങളോട് യാത്ര ചോദിക്കുന്ന ഒരാളെപ്പോലെ ഉണ്ടല്ലോ താങ്കളുടെ ഈ ഉപദേശത്തിന്റെ ഒരു ശൈലി. എന്താണ് റസൂലേ താങ്കൾക്ക് ഞങ്ങളോട് പറയാനുള്ളത്? അപ്പൊ റസൂലുള്ളാഹി പറയുന്നുണ്ട്, തറക്കുത്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ. തറക്കുത്തുക്കും, ഞാനിതാ നിങ്ങളെ വിട്ടേച്ചു പോകുന്നു. അലാ മഹജ്ജത്തിൽ ബൈളാ, എങ്ങനെയാ പോകുന്നത്? വെളിച്ചം നിറഞ്ഞ പ്രകാശപൂരിതമായ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ ഇതാ പോകുന്നത്. മഹജ്ജത്തിൽ ബൈളാ എന്നാണ് റസൂലുള്ളാഹി അവിടെ ഉപയോഗിച്ചിട്ടത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, ലൈലുഹാ കനഹാരിഹാ, അവിടെ ആ വഴിയിൽ രാത്രിയിൽ യാത്ര ചെയ്യുന്നത് പകലിൽ യാത്ര ചെയ്യുന്നത് പോലെ സുരക്ഷിതമാണ്. അങ്ങനെയുള്ള ഒരു വഴി, ഒരു ഉദാഹരണം പറയാ റസൂൽ. അത്രയും തെളിഞ്ഞ, വ്യക്തമായ, യാതൊരു സംശയവും വേണ്ടാത്ത, യാതൊരു അപകടങ്ങളും പതിയിരിക്കാത്ത സുരക്ഷിതമായ ഒരു മാർഗം
വഴി പിഴച്ചു പോകുമോ? ഭയപ്പെടേണ്ടതില്ല. വഴികേടിലാകുമോ? ഭയപ്പെടേണ്ടതില്ല. ചെയ്യുന്നത് ബിദ്അത്തുകളാകുമോ? ഭയപ്പെടേണ്ടതില്ല. നരകത്തിലേക്കുള്ള വഴിയാകുമോ? ഭയപ്പെടേണ്ടതില്ല. സുരക്ഷിതമാണ്, കൃത്യമാണ്, വ്യക്തമാണ്. വെട്ടിത്തിളങ്ങി നിൽക്കുന്ന വെളുത്ത ഒരു വഴി, സുരക്ഷിതമായ മാർഗം നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. സ്വന്തം നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ ആ മാർഗം ഒഴിവാക്കുകയില്ല. റസൂലുള്ള പറഞ്ഞ വാക്കാണ്, ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ. സ്വന്തം നശിക്കാൻ തീരുമാനിച്ചോനല്ലാതെ ആ വഴി പിൻപറ്റാതിരിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ള പറയുന്നു, വമൻ യഅ്ശു മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. എനിക്ക് ശേഷം നിങ്ങൾ പിന്നീട് ജീവിക്കുമ്പോ നിങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ചര്യ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുക. വസുന്നത്തുൽ ഖുലഫാഇൽ മഹ്ദിയ്യീന അർ-റാഷിദീൻ. സച്ചരിതരായ, മാർഗദർശികളായ, സന്മാർഗികളായ എൻ്റെ പിൻഗാമികളായ ഖലീഫമാരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക. വഅലൈക്കും ബിത്വഅ. നിങ്ങൾ അവരെ പൂർണ്ണമായി അനുസരിക്കുക. വഇൻ കാന അബ്ദൻ ഹബശിയൻ. ഇനി ആ ആൾ, നിങ്ങളുടെ നേതാവ്, ഒരു എത്യോപ്യക്കാരനായ നീഗ്രോ അടിമയായാലും ശരി, അള്ളു അലൈഹാ ബിൻ നവാജിദ്. നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ ഈ സന്ദേശം, ഈ ദീനിനെ മുറുകെ പിടിക്കുക, കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ആ ഉപദേശം അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അപ്പൊ ഒന്നാമതായി ഞാൻ പറഞ്ഞു, വിശുദ്ധ ഇസ്ലാമിനെ പ്രവാചകൻ നമ്മിൽ ഏൽപ്പിച്ചു പോയി. രണ്ടാമതായി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും സുന്നത്തിനെയും സംബന്ധിച്ചാണ്. അതാണ് പ്രവാചകൻ ഈ പറഞ്ഞത്. ഇതാണ് സുരക്ഷിതമായ, കൃത്യമായ, വ്യക്തമായ, വഴികേടില്ലാത്ത സ്വർഗത്തിലേക്കുള്ള തെളിഞ്ഞ പാതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരൊറ്റ സംഭവം കൂടി നമുക്കിതിനോട് ചേർത്തുകൊണ്ട് മനസ്സിലാക്കാം. മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ഗവർണറായി അയക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ കേട്ടതാണ്. അവിടെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം പ്രവാചകൻ. താങ്കൾ പോകുന്നത് അഹ്ലു കിതാബിന്റെ നാട്ടിലേക്കാണ്. അന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ജൂത ക്രൈസ്തവരാണുള്ളത്. അവിടെ താങ്കൾക്ക് ഒരു വിഷയം വന്നാൽ, നിങ്ങളുടെ മുമ്പിൽ തീർപ്പ് കൽപ്പിക്കാനായി ഒരു കേസ് വന്നാൽ, നിങ്ങൾ എങ്ങനെയാണ് വിധി കൽപ്പിക്കുക? മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഖ്ലി ബി കിതാബില്ലാഹ്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞാൻ ആദ്യം അള്ളാഹുവിന്റെ കിതാബ്, വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപ്പെടുത്തി ഞാൻ വിധി കൽപ്പിക്കും. അപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചു, അപ്പോ ഖുർആനിൽ ഇല്ലെങ്കിലോ ആ വിഷയം, ഖുർആനിൽ പറയാത്തൊരു വിഷയമാണെങ്കിലോ? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അഖ്ലി ബിസുന്നത്ത് റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പ്രകാരം ഞാൻ അത് വിധി തീരുമാനിക്കും. മൂന്നാമത് വീണ്ടും റസൂലുള്ള ചോദിച്ചു, ഇനി അതിലൊന്നും ഈ കാണുന്നില്ലെങ്കിലോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും എല്ലാവരുടെയും പ്രവാചകൻ പഠിപ്പിച്ച ദീനുൾ മനസ്സിലാക്കി ഞാൻ ഇജ്തിഹാദ് ചെയ്ത് ആ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്തും. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യുർലാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനെ
യോജിപ്പിച്ച അള്ളാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അവിടെ അദ്ദേഹത്തെ പ്രശംസിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ്, തലമുറയാണ്. പിന്നെ അതിനോടടുത്തത്, പിന്നെ അതിനോടടുത്തത്. റസൂലുള്ള പറഞ്ഞതാണ്, നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വച്ചാൽ, പ്രവാചകനും ഉത്തമ നൂറ്റാണ്ടിലുള്ള സ്വഹാബത്തും അവരെങ്ങനെയാണോ ഒരു കാര്യം മനസ്സിലാക്കിയത് അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടതും ദീനായിട്ട് ഉൾക്കൊള്ളേണ്ടതും എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ഏറ്റവും ഒന്നാമനായി എണ്ണപ്പെടാനുള്ള കാരണം 100 പേരിൽ ഒരു ഉദാഹരണമായി പറഞ്ഞത്, നമ്മളൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇൻഫ്ലുവൻസർ. അയാള്, ഞാൻ അങ്ങനത്തെ ചില വീഡിയോയിലൊക്കെ നമ്മൾ അത് കേൾക്കാം, ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇന്നിപ്പോ പ്രയോഗിക്കുന്ന ഒരു പുതിയ പ്രയോഗമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ലോകത്ത് കഴിഞ്ഞു പോയ 100 പ്രഗത്ഭരെ എണ്ണിപ്പറഞ്ഞിടത്ത് ക്രിസ്ത്യനായ ആ വ്യക്തിക്ക് എണ്ണാൻ സാധിച്ചത് 1 പ്രവാചകനെയായിരുന്നു. നമുക്കറിയാം അത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ? പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ലോകത്ത് കൊണ്ടുവന്ന ആ ഒരു തത്വ സംഹിത ലോകത്തിന് മുമ്പിൽ ജീവിച്ച് കാണിച്ച് പ്രയോഗവൽക്കരിച്ച് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ലോകത്തിന് മുമ്പിൽ മാതൃകയായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒരു കാരണമായി പറഞ്ഞത്. അതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ആ സമൂഹത്തെ പറ്റിയാണ് പ്രവാചകൻ പറയുന്നത്, ഇവരാണ് ഏറ്റവും നല്ല ഉത്തമ നൂറ്റാണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് ഉത്തമമായ നൂറ്റാണ്ട് എന്നതിൽ 2 രൂപത്തിലാണ് ആ വിഷയം വരുന്നത്. ഒന്ന് ഉമ്മത്തു ദഅവയാണ്. തലമുറ എന്ന് പറയുമ്പോൾ ലോകാവസാനം വരെയുള്ള ആളുകളിലേക്കുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി ഇസ്ലാം ഉൾക്കൊണ്ട പ്രവാചകന്റെ അഭിസംബോധിതരായ ആ സമൂഹം. ഇവിടെ ഉദ്ദേശിച്ചത് ഖൈറുൽ ഖുറൂൻ എന്നതുകൊണ്ട് പ്രവാചകൻ അഭിസംബോധന ചെയ്ത ആ പ്രബോധിത സമൂഹത്തെയാണ്. അവര് പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിച്ചു. നമ്മൾ കണ്ടു അല്ലെ? ലോകത്ത് നമ്മൾ ആരെയെങ്കിലും അങ്ങനെ ദർശിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? ലോകത്ത് ഉള്ള മുഴുവൻ മനുഷ്യരിൽ 1/4 വിഭാഗം ആളുകൾ, ലോകത്തുള്ള ജനസംഖ്യയുടെ 1/4 വിഭാഗം, 1/4 ആളുകൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണ്. ആ പ്രവാചകനെ നേതാവായി അംഗീകരിച്ചവരാണ്. ആ പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ്. ആ പ്രവാചകന്റെ താല്പര്യങ്ങൾക്ക് മറ്റെല്ലാറ്റിനേക്കാളും താല്പര്യം നൽകുന്നവരാണ്. ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ മറ്റെല്ലാ നിർദ്ദേശങ്ങളെക്കാളും മുകളിൽ വെക്കുന്നവരാണ്. ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത്, സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത അത്ര നിറഞ്ഞു തുളുമ്പുന്നവരാണ് ഈ സമൂഹം. ഇങ്ങനെ ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ പ്രവാചകനാണ് നമ്മളിലേക്ക് അല്ലാഹു തആല നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ഖുർആൻ അദ്ദേഹത്തെ പറ്റി പറയുന്നു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്താണ്. എന്താ പറയുന്നത്? തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രയാസം ഉണ്ടാകുന്നത്
അദ്ദേഹത്തിന് അസഹനീയമാണ്. വിശ്വാസികൾക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രശ്നം, ഒരു പ്രയാസം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. അത്രത്തോളം വിശ്വാസി സമൂഹത്തോട് കാരുണ്യമുള്ള പ്രവാചകനെ നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് നാം നിയോഗിച്ചിരിക്കുന്നു. പിന്നെയോ അതേപോലെ തന്നെ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് അങ്ങേയറ്റത്തെ സ്നേഹവും അനുകമ്പയും സഹതാപവുമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു പ്രവാചകനെ നിങ്ങളിലേക്ക് ഇതാ നിയോഗിച്ചിരിക്കുന്നു. ആ പ്രവാചകനാണ് നമ്മെ വലിയ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയത്. ആ പ്രവാചകന്റെ പിൻഗാമികളാണ് നമ്മൾ. ആ പ്രവാചകൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. ആ ഒരു രംഗത്ത് ഞാനും നിങ്ങളും നമ്മൾ കൂടുതൽ ശ്രദ്ധ ഉള്ളവരാകണം എന്നാണ് ഇന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഹ്രസ്വമായ സമയമായതുകൊണ്ട് ഈ രൂപത്തിൽ ഇവിടെ ഈ വിഷയം അവസാനിപ്പിക്കാനാണ് സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, മൊത്തത്തിൽ പറയാനുള്ള വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏൽപ്പിച്ച ദഅവത്ത് എന്ന ആ ഒരു ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധാലുക്കളാകുക. അതിനുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെയൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു സംരംഭവും ഒക്കെ. ജസ്റ്റ് ഞാനും നിങ്ങളുമൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ട് എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് സംതൃപ്തി അടയേണ്ടവരല്ല. മറിച്ച് വലിയ ഒരു ഉത്തരവാദിത്വം ഞാനും നിങ്ങളുമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായി നാളെ റബ്ബിന്റെ മുമ്പിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള നമ്മൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ എന്നോടും നമ്മോടും ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുവാനുള്ള തൗഫീഖും അതിനുള്ള സാഹചര്യങ്ങളും അല്ലാഹു തആല ഒരുക്കി തരുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.